സമസ്തയുടെ ലക്ഷ്യത്തെയും സമസ്തയുടെ തീരുമാനങ്ങളെയും സമസ്തയുടെ നിലപാടുകളെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത ആദർശ വിഷയങ്ങളിൽ ഒരു കണിശമായ നിലപാട് സ്വീകരിക്കുന്നത്? അത് ഈ മുൻഗാമികളുടെ നിലപാടാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 18 മാസക്കാലം ജയിലിൽ കിടന്നു. എന്തിനു വേണ്ടി? രാവും പകലും പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ആ കാലഘട്ടത്തിലെ ബിദ്ഈ ഭരണകൂടത്തിന്റെ ചാട്ടവാറടിയേറ്റ് ലോകത്ത് മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 18 മാസം ജയിലിൽ കടന്നത് ആ കാലഘട്ടത്തിലെ മുഅ്തസിലി ബിദ്അത്തുകാർക്കെതിരെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ, മുഅ്തസിലികൾക്കെതിരെ കണിശമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ബിദ്അത്തുകാരോട് വാദപ്രതിവാദം നടത്തി, ഗണ്ണന പ്രസംഗങ്ങൾ നടത്തി. ശൈഖുനാ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും പാരമ്പര്യം അതല്ലേ? ആ പരമ്പരയാണ് അവരൊക്കെ സ്വീകരിച്ചത്. ഏത് കാലഘട്ടത്തിലും ബിദ്അത്ത് വെളിപ്പെട്ടാൽ, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ അവർ ഇസ്ലാമിനോടും ഉമ്മത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അതുകൊണ്ട് ഉലമാ ഏത് കാലഘട്ടത്തിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണം. ഇത് സമസ്തയെ പഠിപ്പിച്ചത്, ഇത് ഉലമാക്കളെ പഠിപ്പിച്ചത് കഴിഞ്ഞു പോയ മഹാന്മാരാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മൾ മനസ്സിലാക്കണം. എന്തേ 18 മാസം ജയിലിൽ കിടക്കാൻ കാരണം? ഖൽഖുൽ ഖുർആൻ വാദം, ഖുർആൻ മഖ്ലൂഖാണ് എന്ന വാദം, മുഅ്തസിലി വാദം, അതിന്റെ കൂടെ നിൽക്കാത്തതിന്റെ പേരിൽ ഖുർആൻ മഖ്ലൂഖല്ല എന്ന അഹ്ലുസുന്നയുടെ നിലപാട് തെളിവ് സഹിതം കൃത്യമായി സമർത്ഥിച്ചതിന്റെ പേരിൽ അന്നത്തെ ബിദ്ഈ ഭരണകൂടം മഹാനവറുകളെ തുറുങ്കിലടച്ചു, കഷ്ടപ്പാട് അനുഭവിച്ചു. ബഹുമാനപ്പെട്ടവരുടെ നിലപാട് എന്തായിരുന്നു? മഹാനവറുകൾ ഒരിക്കൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ്, ജയിൽ അടക്കപ്പെടാതെ സ്വതന്ത്രമായ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ സ്വതന്ത്രനായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. മഹാനവറുകൾ 3 ദിവസം പട്ടിണി കിടന്ന്, തുടർച്ചയായ പട്ടിണി, ഒരു ഭക്ഷണവും കഴിക്കാതെ. കാരണം ഇവരുടെ ഉപരോധമാണ്, പട്ടിണിക്കിടുകയാണ്. അങ്ങനെയാണല്ലോ ശത്രുക്കൾ, സാമ്രാജ്യത്വ ശക്തികൾ ഇന്ന് ഗസയിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് പോലെ അന്നത്തെ ബിദ്ഈ ഭരണകൂടം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ, അത് ഏത് വലിയ നേതാക്കളാണെങ്കിലും, പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തി, ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. മഹാനവറുകൾ 3 ദിവസത്തെ പട്ടിണി കഴിഞ്ഞ് സഹിക്കാൻ കഴിയാതെ